എല്ലാവർക്കും നമസ്കാരം. അങ്ങനെ കൊട്ടിഘോഷിക്കപ്പെട്ട വനിതാ സംവരണ ബിൽ ലോക്സഭയിൽ പരാജയപ്പെട്ടിരിക്കുന്നു. അതോടുകൂടി 2029 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മൊത്തത്തിലുള്ള സീറ്റുകളുടെ എണ്ണം വർദ്ധിപ്പിച്ച് 850 സീറ്റാക്കി അതിൽ 33% വനിതകൾക്ക് സംവരണം നൽകാം എന്നുള്ള ഒരു ഗവൺമെൻറ് പ്ലാൻ അതോടുകൂടി പൊളിഞ്ഞിരിക്കുകയാണ്. അതിനെ പ്രതിപക്ഷം ശക്തമായിട്ട് എതിർത്ത് തോൽപ്പിക്കുകയും ചെയ്തു. എന്നാൽ ഇതിൽ ആത്യന്തികമായിട്ടുള്ള ഗുണം ആർക്കാണ്, നഷ്ടം ആർക്കാണ് എന്നതിനെക്കുറിച്ച് നമ്മുടെ നാട്ടിലെ രാഷ്ട്രീയ പാർട്ടികളൊന്നും തന്നെ കാര്യമായിട്ട് ചിന്തിക്കുന്നില്ല. ഞങ്ങൾ ഈ ബില്ലിനെ ഒന്നായിട്ട് എതിർത്ത് പരാജയപ്പെടുത്തി എന്ന് കോൺഗ്രസും സമാജ്വാദി പാർട്ടിയും DMKയും തൃണമൂൽ കോൺഗ്രസും ഒക്കെ മേനി നടിക്കുന്നുണ്ട് എങ്കിലും സത്യത്തിൽ ഇതിൻ്റെ നഷ്ടം ആർക്കാണ് എന്നതിനെക്കുറിച്ച് അവർ ചിന്തിച്ചിട്ടുണ്ട് എന്ന് തോന്നുന്നതേയില്ല. രാഷ്ട്രീയമായിട്ട് ഇതിൻ്റെ ഗുണം BJPക്കാണ്. കാരണം ഈ നാട്ടിലെ സ്ത്രീകൾക്ക് അധികാരത്തിൽ 33% പങ്കാളിത്തം, കൂടുതൽ അധികാര സ്ഥാനങ്ങൾ അവർക്ക് നൽകുക തുടങ്ങിയ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് അതിനെ പെട്ടെന്ന് അവർക്ക് നൽകുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രപ്പോസൽ BJP കൊണ്ടുവന്നു. അതിനെ ഇവിടെയുള്ള പ്രതിപക്ഷ കക്ഷികൾ ഒറ്റക്കെട്ടായി എതിർത്ത് പരാജയപ്പെടുത്തി എന്നൊരു നറേറ്റീവ് അവർക്ക് എല്ലാ കാലവും ഗുണം ചെയ്യും എന്ന് നമുക്കറിയാം. ഇത് രാഷ്ട്രീയമായിട്ട് ഇന്ത്യ സഖ്യത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു ശക്തി പ്രകടനമായി എന്ന് പറയുന്നതിനപ്പുറത്തേക്ക് ഇതിനെ എതിർത്തിരിക്കുന്ന പല സംസ്ഥാനങ്ങൾക്കും പുതിയ ഡീലിമിറ്റേഷൻ വരുമ്പോൾ, പുതിയ സീറ്റ് പുനർനിർണയം വരുന്ന സമയത്ത് കാര്യമായിട്ടുള്ള നഷ്ടമാണ് ഉണ്ടാകാൻ പോവുക എന്നുള്ള ഒരു സത്യം ഇവരാരും തന്നെ ഇതിനോടകം തിരിച്ചറിഞ്ഞിട്ടില്ല. അഥവാ അറിഞ്ഞെങ്കിലും അജ്ഞത നടിക്കുന്നു എന്നുള്ളതാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട വൈരുദ്ധ്യം. വനിതാ സംവരണ ബില്ല് പരാജയപ്പെട്ടതോടുകൂടി ഈ നാട്ടിലെ സ്ത്രീകൾക്ക് പുറമെ മറ്റാർക്കൊക്കെയാണ് നഷ്ടം, ആത്യന്തികമായി ആർക്കാണ് ലാഭം എന്നതിനെക്കുറിച്ച് പരിശോധിക്കുകയാണ് ഈ വീഡിയോയിൽ നോക്കാം. നമുക്കറിയാം, ലോക്സഭയിൽ 33% വനിതാ സംവരണം ഏർപ്പെടുത്തുക എന്ന ഉദ്ദേശത്തിൽ 2023 തന്നെ ഒരു ബില്ല് പാസ്സാക്കിയിരുന്നു. അത് നോട്ടിഫിക്കേഷൻ വന്നതോടുകൂടി കഴിഞ്ഞ ദിവസം നിയമം പ്രാബല്യത്തിൽ വരികയും ചെയ്തു. എന്നാൽ അതിൻ്റെ പേരിൽ 2029 നടക്കാൻ പോകുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സ്ത്രീകൾക്ക് 33% സംവരണം നൽകുക എന്നുള്ളത് പ്രായോഗികമായി അത്ര എളുപ്പമുള്ള ഒരു കാര്യമല്ല. കാരണം ആ നിയമം വരുന്നതോടുകൂടി അതിനെ പിന്തുടർന്നു വരുന്ന ആദ്യത്തെ സെൻസസ് എടുക്കണം. ആ സെൻസസിന് ശേഷം അതനുസരിച്ച് ഡീലിമിറ്റേഷൻ പൂർത്തീകരിക്കണം. എങ്കിൽ മാത്രമേ സീറ്റുകളുടെ പുനഃക്രമീകരണം പൂർത്തിയാക്കിയതിനു ശേഷം ഈ 33% വനിതാ സംവരണം അവിടെ പ്രായോഗികമായിട്ട് നടപ്പാക്കാനായിട്ട് സാധ്യമാകും. വളരെ പെട്ടെന്ന് ഇത് നടപ്പാക്കിയാൽ ഒരുപക്ഷെ 2029 തെരഞ്ഞെടുപ്പിന് മുൻപ് ഇത് പൂർത്തിയാക്കാം. പക്ഷേ സാധാരണഗതിയിൽ ഇതിന് വരുന്ന ഈ പ്രോസസ്സിൻ്റെ ടൈമും കാര്യങ്ങളും പരിഗണിച്ചാൽ 2029 ശേഷം നടക്കുന്ന 2034 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മാത്രമേ ഈ വനിതാ സംവരണം പൂർത്തിയാക്കാനുള്ള സാധ്യതയുള്ളൂ. അതുകൊണ്ട് തന്നെ തത്വത്തിൽ ഞങ്ങൾ വനിതാ സംവരണത്തിന് എതിരല്ല എന്ന് കോൺഗ്രസ് അടക്കമുള്ള പ്രതിപക്ഷ പാർട്ടികൾ പറയുമ്പോൾ അതിലൊരു പോയിന്റ് ഉണ്ട്. എങ്കിലും 2029 തന്നെ 5 വർഷം മുൻപേ തന്നെ ഈ അധികാരത്തിലുള്ള പങ്കാളിത്തം സ്ത്രീകൾക്ക് നൽകാനുള്ള BJPയുടെ പദ്ധതിയെ അവർ എതിർത്തു, അതിനെ പരാജയപ്പെടുത്തി. അതുകൊണ്ട് തന്നെ സ്ത്രീപക്ഷ നിലപാട് അവർ സ്വീകരിച്ചില്ല എന്ന് പറയുന്നതാകും കൂടുതൽ ഉചിതമായിട്ടുള്ള കാര്യം. പക്ഷേ ഇതിൽ കാര്യമായിട്ടുള്ള ഒരു വ്യത്യാസമുണ്ട്. എന്തൊക്കെ തരത്തിലുള്ള ഡീലിമിറ്റേഷനാണ് കൊണ്ടുവരുന്നത് എന്നതുമായി ബന്ധപ്പെട്ട് നിലവിൽ അവതരിപ്പിക്കപ്പെട്ടിരിക്കുന്ന വനിതാ സംവരണ ബില്ലിൽ ഒരു വിധത്തിലുള്ള ക്ലാരിറ്റിയും ഉണ്ടായിരുന്നില്ല എന്നുള്ള പ്രതിപക്ഷത്തിൻ്റെ ആരോപണം ശരി തന്നെയാണ്. കാരണം 2029 തന്നെ സ്ത്രീകൾക്ക് റിസർവേഷൻ നൽകണം, 33% അവർക്ക് ലോക്സഭയിൽ പ്രാതിനിധ്യം നൽകണം എന്നുള്ള ഒരു ഉദ്ദേശം BJP മുന്നോട്ട് വെച്ചിരുന്നുവെങ്കിലും എന്ത് മാനദണ്ഡത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് സീറ്റുകളുടെ പുനഃക്രമീകരണം എന്നതിനെക്കുറിച്ച് ഈ ബില്ലുകളിലൊന്നും തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. നമുക്ക് ആകെ അറിയാമായിരുന്നത് 543 ലോക്സഭാ സീറ്റുകൾ എന്നത് 815 ഒപ്പം യൂണിയൻ ടെറിട്ടറികളുടെ 35 സീറ്റുകൾ കൂടി വന്ന് മൊത്തത്തിൽ ലോക്സഭാ സ്ട്രെങ്ത് 850 ആകും എന്നത് മാത്രമായിരുന്നു. എന്നാൽ അങ്ങനെ 543 850 ആകുന്ന സമയത്ത് ഓരോ സംസ്ഥാനത്തിനും എങ്ങനെയാണ് ഈ പുനഃക്രമീകരണത്തിൻ്റെ ഭാഗമായിട്ട് അധിക സീറ്റുകൾ ലഭിക്കുന്നത്, അതിൻ്റെ മാനദണ്ഡം എന്താണ് എന്നതിനെക്കുറിച്ച് കൃത്യമായിട്ടൊന്നും തന്നെ ഈ ബില്ലിൽ പറഞ്ഞിരുന്നില്ല. പക്ഷേ അങ്ങനെ പറയേണ്ടതുണ്ടോ എന്ന് ചോദിച്ചാൽ അതുമായി ബന്ധപ്പെട്ട് നിലവിൽ തന്നെ കോൺസ്റ്റിറ്റ്യൂഷണൽ പ്രൊവിഷനുകൾ ഉള്ള സമയത്ത് അതെങ്ങനെയാണ് നിർണ്ണയിക്കപ്പെടുക എന്നതിനെക്കുറിച്ച് പ്രത്യേകിച്ച് BJP പറയേണ്ടുന്ന കാര്യവുമില്ല. നമുക്കറിയാം, ഇതുമായി ബന്ധപ്പെട്ട ഭരണഘടനാ പ്രൊവിഷനുകൾ അനുസരിച്ച് ഡീലിമിറ്റേഷൻ്റെ അടിസ്ഥാനത്തിലാണ്, അതും ജനസംഖ്യ ആനുപാതികമായിട്ടുള്ള പോപ്പുലേഷൻ പ്രൊപ്പോർഷൻ്റെ പേരിലുള്ള ഒരു ഡീലിമിറ്റേഷൻ്റെ അടിസ്ഥാനത്തിലാണ് പുതിയ സീറ്റുകൾ നിർണ്ണയിക്കപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ഒരു സെൻസസ് ഉണ്ടാകണം. ആ സെൻസസിൽ പറയുന്നതനുസരിച്ച് ജനപ്രാതിനിധ്യം ഉറപ്പുവരുത്തണം. എത്ര ലക്ഷം ആൾക്കാർക്കാണ് ഒരു MP എന്ന രീതിയിലത്തേക്കുള്ള ഒരു കണക്കുണ്ടാകണം. അത് ഏറെക്കുറെ രാജ്യത്ത് മൊത്തത്തിൽ യൂണിഫോം ആയിരിക്കണം. പ്രോറേറ്റ ബേസിസിലല്ല, പോപ്പുലേഷൻ പ്രൊപ്പോർഷൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മുടെ ലോക്സഭാ സീറ്റുകളുടെ നിർണ്ണയം എന്നുള്ളതാണ് ഇതിൻ്റെ കാരണം. അത് BJP കൊണ്ടുവന്നിരിക്കുന്ന നിയമമല്ല, കോൺഗ്രസ് കൊണ്ടുവന്നിരിക്കുന്ന നിയമമാണ്.
അത് പതിറ്റാണ്ടുകളായിട്ട് നമ്മുടെ രാജ്യത്ത് നിലനിൽക്കുന്ന നിയമവുമാണ്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഈ വനിതാ സംവരണ ബില്ലും അതനുസരിച്ച് സീറ്റുകളുടെ എണ്ണം വർദ്ധിപ്പിക്കുന്നതുമായിട്ടുള്ള ഒരു പ്രൊപ്പോസൽ BJP കൊണ്ടുവന്നാൽ നിശ്ചയമായിട്ടും അതൊരു സെൻസസിന്റെ അടിസ്ഥാനത്തിൽ, പിന്നീടുണ്ടാകുന്ന ഡീലിമിറ്റേഷന്റെ അടിസ്ഥാനത്തിൽ, പോപ്പുലേഷൻ പ്രൊപ്പോർഷന്റെ അടിസ്ഥാനത്തിലായിരിക്കും സീറ്റുകൾ നിർണ്ണയിക്കപ്പെടുന്നത് എന്നുള്ളത് പറയാതെ തന്നെ അതിൽ വ്യക്തമായിട്ടുള്ള ഒരു കാര്യമാണ്. എന്നാൽ ഇതിന് ഒരു അപകടവുമുണ്ട്. 2034 പകരം 5 വർഷം നേരത്തെയാക്കി 2029 തന്നെ ഈ വനിതാ സംവരണവും ഈ സീറ്റുകളുടെ പുനഃക്രമീകരണവും നടത്താനായിട്ട് BJP തീരുമാനിച്ചാൽ അതിന് തൊട്ടടുത്തുള്ള ഒരു സെൻസസിനെ ആശ്രയിക്കേണ്ടി വരും. അതുകൊണ്ടാണ് പുതിയ ഭരണഘടനാ ഭേദഗതി കൊണ്ടുവന്ന് 2011 സെൻസസ് ഡേറ്റ യൂസ് ചെയ്യാം എന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് വന്നത്. അങ്ങനെ 2011 സെൻസസ് ഡേറ്റയാണ് ഉപയോഗിക്കുന്നത് എങ്കിൽ ഡീലിമിറ്റേഷൻ കമ്മീഷൻ വരുന്നു, പോപ്പുലേഷൻ പ്രൊപ്പോർഷൻ പരിഗണിക്കുന്നു. അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ പല സംസ്ഥാനങ്ങൾക്കും ഇപ്പോൾ ഉള്ളതിനേക്കാൾ ശരിയായ രീതിയിലുള്ള ആനുപാതികമായിട്ടുള്ള ഒരു വർധന ലോക്സഭാ സീറ്റുകളുടെ എണ്ണത്തിൽ ഉണ്ടാവില്ല എന്നുള്ളതായിരുന്നു പ്രതിപക്ഷത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആരോപണം. ഉദാഹരണത്തിന് കേരളത്തെ സംബന്ധിച്ചിടത്തോളം നിലവിൽ 20 ലോക്സഭാ സീറ്റുകളുണ്ട്. 2011 സെൻസസ് ആണ് നമ്മൾ മാനദണ്ഡമായിട്ട് എടുക്കുന്നത് എങ്കിൽ പോപ്പുലേഷൻ പ്രൊപ്പോർഷന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് കേവലം 3 സീറ്റുകളുടെ വർധന മാത്രമേ ഉണ്ടാവുകയുള്ളൂ. അങ്ങനെ 20 സീറ്റുള്ളത് 23 സീറ്റായി മാറും. എന്നാൽ പോപ്പുലേഷൻ കാര്യമായി വർദ്ധിച്ചിരുന്ന ഉത്തർപ്രദേശ്, ബീഹാർ പോലെയുള്ള സംസ്ഥാനങ്ങളിൽ നിലവിലുള്ള 80 സീറ്റുകൾ ഉത്തർപ്രദേശിൽ ഏതാണ്ട് 60 സീറ്റുകൾക്ക് മുകളിൽ വർദ്ധിച്ച് 140 സീറ്റുകൾക്ക് മുകളിൽ ടോട്ടൽ നമ്പർ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഇതേ കണക്ക് ബീഹാറിൽ വരുമ്പോൾ 40 സീറ്റുകൾ എന്നത് 20-ലധികം സീറ്റുകൾ വർദ്ധിപ്പിച്ച് 60-ന് മുകളിൽ എത്താനുള്ള സാധ്യതയും ഉണ്ടായിരുന്നു. അങ്ങനെ നോക്കിയാൽ പോപ്പുലേഷൻ പ്രൊപ്പോർഷന്റെ അടിസ്ഥാനത്തിൽ കേരളത്തിന് കേവലം 3 സീറ്റുകൾ വർദ്ധിക്കുമ്പോൾ ഉത്തർപ്രദേശിനും ബീഹാറിനും കൂടി മാത്രമായിട്ട് ഏതാണ്ട് 80 സീറ്റുകളിലധികം വർദ്ധിക്കുന്നു എന്നും അങ്ങനെ ഹിന്ദി ഹാർട്ട്ലാൻഡിൽ ഒരു പവർ സെന്റർ ഉണ്ടാകും എന്ന രീതിയിലത്തേക്കുള്ള ഒരു ആക്ഷേപമാണ് ഇവിടെ സദേൺ സ്റ്റേറ്റുകളിൽ നിന്നുണ്ടായത്. അത് വാലിഡ് ആണോ, ജസ്റ്റിഫൈഡ് ആണോ എന്ന് ചോദിച്ചാൽ ആണ് എന്ന് പറയാം. കാരണം സദേൺ സ്റ്റേറ്റുകളുടെ താല്പര്യങ്ങളെ പൂർണ്ണമായും അവഗണിച്ചുകൊണ്ട് തന്നെ ഇന്ത്യയിൽ ഭരണം പിടിക്കാനായിട്ട് BJPക്ക് എന്നല്ല ഏതൊരു പാർട്ടിക്കും സാധിക്കും എന്ന ഒരു നില വരും എന്നുള്ളതായിരുന്നു അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. അതുകൊണ്ട് തന്നെ 2011 സെൻസസിനെ ആശ്രയിക്കാൻ പാടില്ല എന്നും പോപ്പുലേഷൻ പ്രൊപ്പോർഷൻ മാറ്റിവെച്ചിട്ട് ഇത് പ്രോറേറ്റ ബേസിസിൽ നൽകണം എന്നുള്ളതുമാണ് പല പ്രതിപക്ഷ സംസ്ഥാനങ്ങളും പറഞ്ഞത്. എന്നാൽ നിലവിലത്തെ കോൺസ്റ്റിറ്റ്യൂഷണൽ പ്രൊവിഷൻ അനുസരിച്ച് പ്രോറേറ്റ ബേസിസിൽ ഒരു സീറ്റ് വർധന എന്നുള്ളത് നമുക്ക് ചെയ്യാനായിട്ട് കഴിയുന്ന കാര്യമല്ല. അതുകൊണ്ട് തന്നെ പാർലമെന്റിൽ ഇതിന്റെ ഡിസ്കഷൻ വരുന്ന സമയത്ത് അവസാന ഘട്ടത്തിൽ ആഭ്യന്തരമന്ത്രി അമിത് ഷാ ഏറ്റവും മികച്ച ഒരു ഓഫറാണ് എല്ലാ സംസ്ഥാനങ്ങൾക്കും നൽകിയത്. അദ്ദേഹം പറഞ്ഞത്, എനിക്ക് 1 മണിക്കൂർ സമയം നിങ്ങൾ നൽകുകയാണ് എങ്കിൽ നിങ്ങൾ ഈ ആവശ്യപ്പെട്ടിരിക്കുന്ന 50% പ്രോറേറ്റ ബേസിസിലുള്ള വർധനവ് ഞാൻ പോയി ഡ്രാഫ്റ്റ് ചെയ്ത് ഈ ബില്ലിൽ കൊണ്ടുവന്ന് അതിൻ്റെ ഫോട്ടോ കോപ്പി നിങ്ങൾക്ക് നൽകാം. അതായത് ഗവൺമെന്റിന്റെ ഇൻ റൈറ്റിംഗ് ആയിട്ടുള്ള ഒരു ഗ്യാരണ്ടി ആയിട്ട് ഞങ്ങൾ ഇത് നൽകാം എന്ന് പറഞ്ഞു. സത്യത്തിൽ അതിനെ സ്വീകരിക്കുകയായിരുന്നു പ്രതിപക്ഷ പാർട്ടികൾ ചെയ്യേണ്ടിയിരുന്നത്. അങ്ങനെ ആയിരുന്നുവെങ്കിൽ സീറ്റുകളിൽ പ്രൊപ്പോർഷനേറ്റ് ആയിട്ടുള്ള വർധനവുണ്ടാകും, ഒരു സംസ്ഥാനത്തിനും നഷ്ടമുണ്ടാവില്ല, അവരുടെ ലോക്സഭയിലെ നിലവിലുള്ള എത്ര ശതമാനം ഷെയർ ഉണ്ടോ ആ ഷെയറിൽ വ്യത്യാസമുണ്ടാവില്ല. അതുകൊണ്ട് തന്നെ സഭയിൽ കേവല ഭൂരിപക്ഷം അച്ചീവ് ചെയ്യുന്നതിന് നിലവിൽ എത്ര പ്രയാസമുണ്ടോ അതേ പ്രയാസം അതേപോലെ നിലനിൽക്കും. ഒരു രാഷ്ട്രീയ പാർട്ടികളുടെയും സഖ്യകക്ഷികളുടെയും പ്രാധാന്യം നഷ്ടപ്പെടുകയില്ല. ഇതെല്ലാം തന്നെ പ്രോറേറ്റ ബേസിസിലുള്ള വർധനവിൽ ഉണ്ടാക്കാമായിരുന്നു. അങ്ങനെ ആയിരുന്നുവെങ്കിൽ ഞങ്ങൾ കേന്ദ്ര സർക്കാരിനെ കൊണ്ട് അങ്ങനെ ഒരു തീരുമാനം എടുപ്പിച്ചു എന്നുള്ള ഒരു മേനി നടിക്കുന്നതിന് പ്രതിപക്ഷ കക്ഷികൾക്ക് കഴിയുകയും ചെയ്യുമായിരുന്നു. എന്നാൽ ആ ഓഫർ അവർ സ്വീകരിച്ചില്ല. പകരം അമിത്ഷാ മുന്നോട്ട് വെച്ചിരിക്കുന്ന ഈ നിർദ്ദേശത്തിനെ പ്രതിപക്ഷം പൂർണ്ണമായി തള്ളിക്കളഞ്ഞു. സത്യത്തിൽ അമിത്ഷാ മുന്നോട്ട് വെച്ച 50% പ്രോറേറ്റ ബേസിസിലുള്ള വർധനവ് എന്നത് നിലവിൽ നമ്മുടെ നിയമപ്രകാരം നടത്താൻ കഴിയുന്ന ഒരു കാര്യമല്ല. പക്ഷേ അങ്ങനെ നടത്താം എന്നുള്ള ഒരു ഗ്യാരണ്ടി ഈ ബില്ല് വഴി സഭയ്ക്ക് നൽകുകയാണ് എങ്കിൽ നിശ്ചയമായിട്ടും അതുമായി ബന്ധപ്പെട്ട ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ് പിന്നീട് BJPക്ക് കൊണ്ടുവരാൻ കഴിയും. അതിനെ പ്രതിപക്ഷം കൂടി അംഗീകരിക്കുകയും ചെയ്യുമായിരുന്നു. അങ്ങനെ പോപ്പുലേഷൻ പ്രൊപ്പോർഷൻ എന്നുള്ളതിനെ മാത്രം പരിഗണിക്കുകയല്ല, മറിച്ച് പ്രോറേറ്റ ബേസിസിലുള്ള വർധനവിനെയും ഡീലിമിറ്റേഷന്റെ ഭാഗമായിട്ട് പരിഗണിക്കുന്നതിന് വേണ്ടി നമുക്ക് സാധിക്കുമായിരുന്നു. അങ്ങനെയാണ് എങ്കിൽ അതും പ്രതിപക്ഷത്തിൻ്റെ ഒരു വിജയമായിട്ട് അവർക്ക് ചിത്രീകരിക്കാമായിരുന്നു. അങ്ങനെ പ്രോറേറ്റ ബേസിസിലുള്ള ഒരു വർധനവ് വന്നിരുന്നുവെങ്കിൽ കേരളത്തിന് നിലവിലുള്ള 20 സീറ്റ് 50% വർദ്ധിച്ച് 30 സീറ്റാകുമായിരുന്നു. തമിഴ്നാടിന് 39 സീറ്റുള്ളത് 50% വർദ്ധിച്ച് 59 സീറ്റാകുമായിരുന്നു. ഉത്തർപ്രദേശിന് 80 സീറ്റുള്ളത് 50% വർദ്ധിച്ച് 120 സീറ്റാകുമായിരുന്നു. ബീഹാറിൻ്റെ 40 സീറ്റ് അവർക്ക് 60 സീറ്റായിട്ട് കിട്ടുമായിരുന്നു. അങ്ങനെ ഒരു സംസ്ഥാനത്തിനും ഒരു നഷ്ടവും ഉണ്ടാകാതെ നിലവിലുള്ളതിന് ആനുപാതികമായിട്ടുള്ള വർധന വരും. ലോക്സഭയിൽ പുതുതായിട്ട് അംഗങ്ങളുടെ എണ്ണം 850 ആകും. അതോടൊപ്പം 33% സംവരണം എന്നുള്ളത് സ്ത്രീകൾക്ക് നൽകുന്നതിന് ഏതെങ്കിലും പുരുഷന്റെ സീറ്റ് നഷ്ടപ്പെടുത്തേണ്ടുന്ന ആവശ്യവും ഉണ്ടാകുമായിരുന്നില്ല. ചുരുക്കി പറഞ്ഞാൽ എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും താല്പര്യത്തിലുള്ള
എല്ലാ സംസ്ഥാനങ്ങളുടെയും താല്പര്യത്തിലുള്ള ഒരു പ്രൊപ്പോസലായിരുന്നു കേന്ദ്ര ആഭ്യന്തരമന്ത്രിയുടെ ഭാഗത്തു നിന്നുണ്ടായത്. എന്നാൽ ഒരൊറ്റ പ്രതിപക്ഷ കക്ഷിയും അതിനെ സ്വീകരിക്കാനായിട്ട് തയ്യാറായില്ല. അതോടുകൂടി ഈ വനിതാ സംവരണ ബിൽ പരാജയപ്പെടുന്നു. ഇത് പരാജയപ്പെട്ടതോടുകൂടി ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾക്കുണ്ടായിരിക്കുന്ന നഷ്ടത്തിനെക്കുറിച്ച് നമ്മുടെ നാട്ടിലെ രാഷ്ട്രീയ പാർട്ടികൾ ഇനിയെങ്കിലും മനസ്സിലാക്കണം. ഇനി സ്വാഭാവികമായിട്ട് നടക്കാൻ പോകുന്നത് 2026-27 പോപ്പുലേഷൻ സെൻസസ് ആണ്. ഈ സെൻസസിന്റെ അടിസ്ഥാനത്തിൽ പിന്നീട് ഡീലിമിറ്റേഷൻ ഓട്ടോമാറ്റിക്കായിട്ട് സംഭവിക്കേണ്ടതാണ്. അങ്ങനെ സെൻസസിന്റെ അടിസ്ഥാനത്തിൽ പോപ്പുലേഷൻ പ്രൊപ്പോർഷൻ നോക്കിക്കൊണ്ട് ഡീലിമിറ്റേഷൻ നടപ്പാക്കി കഴിഞ്ഞാൽ 2029 അതിനുശേഷമാണ് എങ്കിലും ഈ നടപടി പൂർത്തീകരിക്കുന്നതോടുകൂടി ഇന്ത്യയിലെ ലോക്സഭാ സീറ്റുകളുടെ എണ്ണം കാര്യമായിട്ട് വർദ്ധിക്കും. ആ വർദ്ധിക്കുന്ന സമയത്ത് അത് കൃത്യമായിട്ട് പോപ്പുലേഷൻ പ്രൊപ്പോർഷന്റെ അടിസ്ഥാനത്തിലായതുകൊണ്ട് ഇപ്പോൾ പറഞ്ഞിരിക്കുന്ന 50% പ്രോറേറ്റ വർധനവ് ഒരു സംസ്ഥാനത്തിനും കിട്ടില്ല. നേരെ മറിച്ച് ഏറ്റവും പുതിയ സെൻസസിലുള്ള പോപ്പുലേഷൻ ആനുപാതികമായിട്ടായിരിക്കും പുതിയ സീറ്റുകൾ നിർണ്ണയിക്കപ്പെടുന്നത്. ആ സമയത്ത് കേരളം, തമിഴ്നാട് അടക്കമുള്ള ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾക്ക് നിലവിലുള്ള സീറ്റുകളേക്കാൾ സീറ്റുകൾ കുറയാനാണ് സാധ്യത. കാരണം നമുക്കറിയാം, നമ്മുടെ ജനസംഖ്യാ വർധനവ് എന്നുള്ളത് മറ്റ് സംസ്ഥാനങ്ങളെക്കാൾ നാഷണൽ ആവറേജിനേക്കാൾ കുറവാണ്. അതുകൊണ്ട് തന്നെ പോപ്പുലേഷൻ പ്രൊപ്പോർഷൻ എന്നുള്ള നിലവിലെ മാനദണ്ഡം സ്വീകരിച്ചാൽ കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം 20 സീറ്റുകളിൽ നിന്ന് കാര്യമായിട്ടുള്ള കുറവുണ്ടാകാനുള്ള സാധ്യതയുണ്ട്. തമിഴ്നാടിനും മറ്റു പല ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾക്കും ഇതേപോലെ കുറവുണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതേസമയം UP ഉൾപ്പെടെയുള്ള, ബീഹാർ ഉൾപ്പെടെയുള്ള പല ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങൾക്കും കാര്യമായിട്ടുള്ള വർധനവ് അവരുടെ സീറ്റുകളുടെ എണ്ണത്തിൽ ഉണ്ടാകാനുള്ള സാധ്യതയുമുണ്ട്. ചുരുക്കി പറഞ്ഞാൽ, ഇപ്പോൾ ഉണ്ടായിരുന്ന 50% നമ്മൾ സ്വീകരിച്ചിരുന്നു എങ്കിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം 20 സീറ്റുകൾ എന്നത് 30 സീറ്റുകളാക്കി കിട്ടുമായിരുന്നു. ഭരണത്തിലുള്ള നമ്മുടെ ഷെയർ നഷ്ടപ്പെടുമായിരുന്നു. എന്നാൽ അത് സ്വീകരിക്കാത്തത് വഴി 2011 സെൻസസിനെ മാത്രമായിരുന്നു പോപ്പുലേഷൻ പ്രൊപ്പോർഷന്റെ പേരിൽ നമ്മൾ സ്വീകരിച്ചിരുന്നത് എങ്കിൽ 20 സീറ്റുകൾ 23 സീറ്റാവുകയും, എന്നാൽ 2026-27 സെൻസസും പിന്നീട് വരുന്ന ഡീലിമിറ്റേഷനും കൂടി പരിഗണിച്ചാൽ നമുക്ക് ചിലപ്പോൾ ഒരു 6 സീറ്റുകളെങ്കിലും നഷ്ടപ്പെടാനുള്ള സാധ്യതയുമുണ്ട്. അപ്പോൾ നമുക്ക് 30 സീറ്റ് കിട്ടുന്നതാണോ, 23 സീറ്റ് കിട്ടുന്നതാണോ, അതോ 14 സീറ്റ് കിട്ടുന്നതാണോ നല്ലത് എന്നതിനെക്കുറിച്ച് നമ്മുടെ രാഷ്ട്രീയ പാർട്ടികൾ ചിന്തിക്കണം. ജനങ്ങളോട് മറുപടി പറയുകയും വേണം. തമിഴ്നാട്ടിൽ ഉണ്ടാകാനുള്ള സാധ്യതയും ഇതുതന്നെയാണ്. ഞങ്ങളിതാ കേന്ദ്രത്തിനെ പരാജയപ്പെടുത്തിയിരിക്കുന്നു, തമിഴ്നാട് ന്യൂഡൽഹിയെ പരാജയപ്പെടുത്തിയിരിക്കുന്നു എന്നൊക്കെ ശ്രീ MK സ്റ്റാലിൻ പറയുമ്പോൾ അദ്ദേഹം ആലോചിക്കേണ്ടത് 50% പ്രോറേറ്റ വർധനവ് കൊണ്ട് 39 സീറ്റുകൾ എന്നുള്ളത് അവർക്ക് 59 സീറ്റുകളായിട്ട് കിട്ടുമായിരുന്നു. നേരെ മറിച്ച് 2026-27 വരുന്ന പുതിയ സെൻസസിൻ്റെയും ഡീലിമിറ്റേഷൻ്റെയും അടിസ്ഥാനത്തിൽ നോക്കിയാൽ തമിഴ്നാടിനെ സംബന്ധിച്ചിടത്തോളം 10 സീറ്റുകളെങ്കിലും കുറയാനുള്ള സാധ്യതയാണ് കാണുന്നത്. അതായത് 39 സീറ്റുകൾ എന്നത് 29 സീറ്റുകളായിട്ട് മാറും. 59 സീറ്റുകൾ കിട്ടുന്നതാണോ 29 സീറ്റുകൾ കിട്ടുന്നതാണോ നല്ലത് എന്നതിനെക്കുറിച്ച് DMK ആണ് ജനങ്ങളോട് മറുപടി പറയേണ്ടത്. ഇതുകൊണ്ട് BJPക്ക് ഉണ്ടാകുന്ന ഗുണം, ഒന്ന്, സ്ത്രീകൾക്ക് കൂടുതൽ പ്രാതിനിധ്യം ഭരണത്തിൽ നൽകാനുള്ള അവരുടെ താല്പര്യം, അത് നേരത്തെയാക്കാനുള്ള അവരുടെ താല്പര്യം കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ കക്ഷികൾ ഒറ്റക്കെട്ടായി എതിർത്ത് നിന്ന് പരാജയപ്പെടുത്തി എന്നതുകൊണ്ട് തന്നെ തങ്ങളാണ് സ്ത്രീ സൗഹൃദ നയങ്ങളുള്ള പാർട്ടിയെന്നും മറ്റുള്ളവരെല്ലാം സ്ത്രീ നയവിരുദ്ധരാണ് എന്ന രീതിയിലത്തേക്കുള്ള ഒരു നറേറ്റീവ് പല തെരഞ്ഞെടുപ്പുകളുടെയും ഭാഗമായിട്ടും ജനറലായിട്ടും BJPക്ക് ജനങ്ങളുടെ മുന്നിലേക്ക് വെക്കാനുള്ള ഒരവസരമാണ് കിട്ടിയത്. ഇനി അത് കൂടാതെ 2026-27 സെൻസസ് പൂർത്തീകരിച്ച് ഡീലിമിറ്റേഷൻ പോപ്പുലേഷൻ പ്രൊപ്പോർഷന്റെ അടിസ്ഥാനത്തിൽ വരുന്ന സമയത്ത് പല സംസ്ഥാനങ്ങളും ഞങ്ങളുടെ പ്രാതിനിധ്യം കുറഞ്ഞു എന്ന് കംപ്ലൈൻറ്റ് ചെയ്യുന്ന സമയത്ത് അതിനെ പരിഗണിക്കേണ്ടുന്ന ആവശ്യം പോലും BJPക്ക് ഉണ്ടാവില്ല എന്നുള്ളതാണ് ഒരു വസ്തുത. കാരണം ഞങ്ങൾ നേരത്തെ നിങ്ങളോട് 50% പ്രോറേറ്റ ബേസിസിൽ വർധനവ് തരാം എന്നൊരു ഓഫർ മുന്നോട്ട് വെച്ചിരുന്നപ്പോൾ നിങ്ങൾ തന്നെയാണത് വേണ്ട എന്ന് പറഞ്ഞത്. പോപ്പുലേഷൻ പ്രൊപ്പോർഷന്റെ അടിസ്ഥാനത്തിൽ, അടുത്ത സെൻസസിന്റെ അടിസ്ഥാനത്തിൽ, അതിൻ്റെ ഡീലിമിറ്റേഷൻ്റെ അടിസ്ഥാനത്തിൽ മാത്രം ഞങ്ങൾക്ക് സീറ്റ് മതി എന്നല്ലേ നിങ്ങൾ പറഞ്ഞത് എന്ന് ചോദിക്കും. ചുരുക്കി പറഞ്ഞാൽ, എന്തൊക്കെ കാരണത്താലാണോ നിലവിൽ ഈ ബില്ലിനെ എതിർത്തത്, ആ കാരണങ്ങളെല്ലാം തന്നെ കൊണ്ട് സീറ്റുകൾ നഷ്ടപ്പെടുത്തേണ്ടുന്ന ഒരു സാഹചര്യമാണ് പല ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾക്കും നിലവിൽ പ്രതിപക്ഷത്തിന് അധികാരമുള്ള പല സംസ്ഥാനങ്ങളിലും നടക്കാൻ പോകുന്നത്. എനിക്ക് ഈ വനിതാ സംവരണ ബില്ലും ഡീലിമിറ്റേഷനും ഒക്കെ ആയിട്ടുണ്ടായിരുന്ന ഒരേ ഒരു ആക്ഷേപം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അത് ബിഗ് TVയിൽ ഉണ്ടായിരുന്ന 1 മണിക്കൂർ സംവാദത്തിൽ ഞാൻ പറഞ്ഞതുമാണ്. പോപ്പുലേഷൻ പ്രൊപ്പോർഷന്റെ അടിസ്ഥാനത്തിൽ മാത്രമായിട്ട് നിലവിലെ നിയമങ്ങൾ അനുസരിച്ച് ഈ സീറ്റുകളുടെ എണ്ണം വർദ്ധിപ്പിച്ചു കഴിഞ്ഞാൽ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളെ സംബന്ധിച്ചിടത്തോളം കാര്യമായിട്ടുള്ള നഷ്ടമുണ്ടാകും. കാരണം നമ്മളാണ് കൃത്യമായിട്ട് കുടുംബാസൂത്രണം നടപ്പാക്കിയത്, ജനസംഖ്യാ വർധനവ് നിയന്ത്രിച്ചത്, ഒപ്പം പലതരത്തിലുള്ള വികസന സൂചികകളിൽ വിദ്യാഭ്യാസം, ആരോഗ്യ പരിപാലനം, ഇതിലെല്ലാം തന്നെ നമ്മൾ മികച്ചു നിൽക്കുന്നത്. ഒപ്പം കേന്ദ്രത്തിന് നൽകുന്ന റവന്യൂ ഷെയറിലും നമ്മളുടെ കോൺട്രിബ്യൂഷൻ വളരെ മികച്ചതാണ്. അങ്ങനെയുള്ള സംസ്ഥാനങ്ങളെ ഇൻസെൻറ്റിവൈസ് ചെയ്യുന്നതിന് പകരം അവരെ സീറ്റുകൾ കുറച്ച് പീനലൈസ് ചെയ്യാൻ പാടില്ല എന്നുള്ളതായിരുന്നു എൻ്റെ പോയിന്റ്. പക്ഷേ അതേസമയം
പോപ്പുലേഷൻ പ്രൊപ്പോർഷനെ മാറ്റിവെച്ചിട്ട് പ്രോറേറ്റ ബേസിസിലുള്ള എല്ലാവർക്കും ഫ്ലാറ്റായിട്ട് 50% സീറ്റ് വർധന എന്നുള്ള ഒരു പ്രപ്പോസലാണ് കേന്ദ്രം കൊണ്ടുവരുന്നത് എങ്കിൽ അതിനെ രണ്ട് കൈയും നീട്ടി സ്വീകരിക്കണം എന്നുള്ള ഒരു അഭിപ്രായമാണ് ഞാൻ പങ്കുവച്ചത്. നോക്കൂ, അതേ ഓഫർ തന്നെയാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി പാർലമെന്റിൽ നൽകിയത്. പാർലമെന്റിൽ നൽകുന്ന ആ ഒരു പ്രസ്താവന നിസ്സാരമായിട്ട് തള്ളിക്കളയാൻ കഴിയുന്നതല്ല. അത് ഒരു ബില്ലായി മാറുമ്പോൾ, പിന്നീട് അതൊരു നിയമമാകുമ്പോൾ ആ രീതിയിൽ തന്നെ ഇംപ്ലിമെന്റ് ചെയ്യാനുള്ള എല്ലാ അവകാശവും, എല്ലാ അധികാരവും, എല്ലാ ഉത്തരവാദിത്വവും കേന്ദ്ര സർക്കാരിൽ നിക്ഷിപ്തവുമാണ്. അങ്ങനെ ഒരു സംസ്ഥാനത്തിനും നഷ്ടമുണ്ടാകാതെ നമ്മുടെ പ്രാതിനിധ്യത്തിനെ കൃത്യമായി ഉറപ്പുവരുത്തുന്ന, നമുക്ക് ഒരു തരത്തിലുള്ള കുറവും ഉണ്ടാകുന്നില്ല എന്ന് ഉറപ്പുവരുത്തുന്ന തരത്തിലുള്ള ഒരു മാറ്റം ഈ ബില്ലിൽ നിർദ്ദേശിക്കുന്നതിനും അത് ഞങ്ങളുടെ നിർദ്ദേശപ്രകാരമാണ് നടപ്പാക്കിയത് എന്ന് പറഞ്ഞുകൊണ്ട് കേന്ദ്ര സർക്കാരിനെ ഞങ്ങളുടെ പരിധിക്ക് ഞങ്ങൾ കൊണ്ടുവന്നു എന്ന് പറഞ്ഞ് പൊളിറ്റിക്കൽ പോയിന്റ് സ്കോർ ചെയ്യുന്നതിനുമുള്ള സുവർണാവസരമാണ് ഇവിടെ കോൺഗ്രസും മറ്റു പാർട്ടികളും നശിപ്പിച്ചിരിക്കുന്നത്. സത്യത്തിൽ ഈ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളൊക്കെ ഭരിക്കുന്ന ഇന്ത്യ സഖ്യത്തിലെ പാർട്ടികൾ ഈ 3 ഡേറ്റയുടെയും അടിസ്ഥാനത്തിൽ എങ്ങനെയാണ് നിങ്ങളുടെ തീരുമാനം ജനങ്ങൾക്ക് ഹിതകരമാകുന്നത് എന്നാണ്. അതായത് ഈ ബില്ലിനെ നിങ്ങൾ പരാജയപ്പെടുത്തി 2011 സെൻസസിന്റെ പോപ്പുലേഷൻ പ്രൊപ്പോർഷൻ അടിസ്ഥാനത്തിൽ സീറ്റ് പുനർനിർണയിച്ചിരുന്നു എങ്കിൽ എത്ര സീറ്റ് നമുക്ക് കിട്ടുമായിരുന്നു, നിലവിൽ നമുക്ക് എത്ര സീറ്റാണുള്ളത്, ഇനി 2026-27 സെൻസസിന്റെയും തുടർന്നുള്ള ഡീലിമിറ്റേഷന്റെയും അടിസ്ഥാനത്തിൽ നമുക്ക് എത്ര സീറ്റ് കിട്ടും എന്നുള്ള കണക്കാണ് പറയേണ്ടത്. കേരളത്തിന്റെ കണക്കിലാണ് എങ്കിൽ നിലവിൽ 20, 2021 പോപ്പുലേഷന്റെ അടിസ്ഥാനത്തിലായിരുന്നുവെങ്കിൽ 23, 2026-27 ഏകദേശം 14, മറിച്ച് 50% പ്രോറേറ്റ ബേസിസ് എടുത്തിരുന്നുവെങ്കിൽ നമുക്ക് 30 സീറ്റുകൾ ഉറപ്പുവരുത്താനും കഴിയുമായിരുന്നു. ഇത് തന്നെയാണ് മറ്റുള്ള എല്ലാ ഈ എതിർത്തിരിക്കുന്ന സംസ്ഥാനങ്ങളിലെയും ഗ്രൗണ്ട് റിയാലിറ്റി എന്നുള്ളതാണ് വസ്തുത. അത് മനസ്സിലാക്കാതെ ആനമണ്ടത്തരം കാണിച്ചിട്ട് ഞങ്ങൾ ഈ ബില്ലിനെ ഇതാ പരാജയപ്പെടുത്തിയിരിക്കുന്നു എന്ന് പറയുന്നത് എന്ത് തരത്തിലുള്ള ജനാധിപത്യ ബോധമാണ്, എന്ത് തരത്തിലുള്ള സ്ത്രീപക്ഷ നിലപാടാണ് എന്നതിനെക്കുറിച്ച് നമ്മുടെ പ്രതിപക്ഷ കക്ഷികൾ വിശദീകരിച്ചേ മതിയാകൂ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ ബില്ല് ഒരിക്കലും പരാജയപ്പെടാൻ പാടില്ലായിരുന്നുവെന്നും നമ്മുടേതുൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളുടെ പ്രാതിനിധ്യം ഉറപ്പുവരുത്തുന്നതിന് ഇതിനേക്കാൾ നല്ലൊരു പ്രപ്പോസൽ ഉണ്ടാകുമായിരുന്നില്ല എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് പ്രതിപക്ഷ കക്ഷികളുടെ ബുദ്ധിശൂന്യതയെ ഒരിക്കൽ കൂടി അപലപിച്ചുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. ജയ് ഹിന്ദ്.